ഞാൻ +2 കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു. എനിക്ക് എക്സാമൊക്കെ നല്ല പാടായിട്ടായിരുന്നു എക്സാമൊക്കെ. ഞാൻ അത് കഴിഞ്ഞ് ഉടമ്പടി എടുക്കുകയും മാതാവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ 2 മൊഡ്യൂളൈസ് ആയിരുന്നു ഞാൻ എക്സാം എഴുതിയിരുന്നത്. ഞാൻ ആദ്യം 2 മൊഡ്യൂൾ ഞാൻ പാസ്സാകുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം എഴുതിയ 2 മൊഡ്യൂളും ഞാൻ പാസ്സായി. ഞാൻ കാശുരൂപവും ഉപ്പും പിടിച്ചിട്ടായിരുന്നു ഞാൻ എക്സാം ഹോളിൽ കയറിയിരുന്നത്. അതുപോലെ പ്രാർത്ഥന ചൊല്ലിയിട്ടൊക്കെയായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. അങ്ങനെ ഞാൻ 2 മൊഡ്യൂൾ ഞാൻ പാസ്സായി. ബാക്കി മൊഡ്യൂളും ഞാൻ ഇതുപോലെ ഉപ്പും കാശുരൂപവും പിടിച്ചിട്ടായിരുന്നു ഞാൻ എക്സാമിന് പോകുന്നത്. അങ്ങനെ ഞാൻ B2ൻ്റെ എല്ലാ മൊഡ്യൂളും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. ഇതുപോലെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിനും എല്ലായിടത്തും പോകുമ്പോഴും ഞാൻ ഇങ്ങനെ കാശുരൂപം കൊണ്ടുപോകാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുമായിരുന്നു. അപ്പം ഡോക്ടറിനെ കാണിച്ചപ്പം MRI ചെയ്യാൻ പറഞ്ഞായിരുന്നു. MRI സ്കാനിൽ ചെറിയൊരു ട്യൂമർ ഉണ്ടെന്ന് ഡോക്ടർ പറയുകയും അത് പിന്നെ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ ആസ്റ്ററിൽ കാണിക്കാൻ വേണ്ടി പോവുകയും ഇങ്ങനെ മാതാവിനോട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഒക്കെ ആയിരുന്നു ഞങ്ങൾ പോകുന്നത്. മാതാവിൻ്റെ തൈലവും ഒക്കെ തൈലമൊക്കെ പൂശിയിട്ടായിരുന്നു ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ കുറേ ടെസ്റ്റിന് കുറിക്കുകയും അത് കഴിഞ്ഞിട്ട് എന്തിൻ്റെ ആണെന്ന് അത് കഴിഞ്ഞിട്ട് പറയാമെന്നാണ് പറഞ്ഞത്.